അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ഉദ്ദേശിച്ചത് വ്യക്തമായില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ വ്യക്തമായിട്ട് അങ്ങോട്ടും കുറച്ച് പറഞ്ഞു തരായിരുന്നു. ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗ്ഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ. ചെറിയ രീതിയിലുള്ള ഹഗ്ഗിങ്, ചെറിയ രീതിയിലുള്ള കിസ്സിങ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? അതിന് ഡെമോൺസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടോ? അതോ ഇങ്ങനെ ചെറിയ രീതിയിൽ, അതായത് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ മതിയോ? അതോ നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കണോ? അല്ല, അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ്. അതായത് ലോഡ്ജും മുറിയും സ്ത്രീകൾ എടുക്കുന്നത് ചെറിയ രീതിയിലുള്ള ഹഗ്ഗിനും ചെറിയ രീതിയിലുള്ള ഉമ്മ വെക്കാനുമാണെന്ന്. എന്റെ പൊന്നു പെങ്ങളെ, ഈ പറഞ്ഞ ലോഡ്ജ് റൂമും ഇതൊന്നും ഈ പറഞ്ഞ ഒരു ഉമ്മയ്ക്കും ഒരു ഹഗ്ഗിനൊന്നും മുതലാവത്തില്ല, അല്ലേ? ഈ പറഞ്ഞ കയ്യിരിക്കണ കാശ് കൊണ്ട് കളഞ്ഞിട്ട് ചെറിയൊരു ഉമ്മയ്ക്ക് ഇതിനൊക്കെ കണ്ടിട്ട് പോകേണ്ട കാരണം അതിന് വല്ല രണ്ടാം വാരം ഓടുന്ന സിനിമയുടെ തിയേറ്ററിൽ കയറിയിട്ട് ചെറുതായിട്ട് ഇതൊക്കെയാണല്ലോ കാലാകാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കുൽസിതമായ പരിപാടികൾ. അപ്പൊ നീ അത് പറയല്ലേ, ഇവിടെ വന്നിട്ട് അത് പറയല്ലേ? റൂം എടുത്തൊരു സ്ത്രീ പോണത് ജസ്റ്റ് അവരെ കണ്ടിട്ട് ചെറിയൊരു ഉമ്മ കിച്ചാനും ഒരു ചെറിയൊരു കെട്ടിപ്പടുത്തലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ കൊണ്ടുപോകണം വല്ല ഷണ്ണനായിരിക്കണം. അതെ, ഭർത്താവിൻ്റെ കൂടെ അല്ലല്ലോ പോകുന്നത്, കെട്ടാൻ പോകുന്നതിൻ്റെ കൂടെ അല്ലല്ലോ പോകുന്നത്. വേറൊരുത്തൻ കെട്ടിയതോ അല്ലെ കെട്ടിയവനെ വീട്ടിൽ വെച്ചിട്ടോ റൂം എടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ജസ്റ്റ് ഒരു ഉമ്മ മേടിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ചവെള്ളം പോലെ എടുത്ത് വീഴാനായിട്ട് ഞങ്ങൾ ഉമ്മമാരല്ല എന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. എല്ലാ ചാനലും വന്നിട്ട് ഞങ്ങൾ കുറേ കഥ പറയാറുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പരിപാടിക്ക് വിളിക്കുമ്പോഴത്തേക്ക് പറത പോലെയുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതിട്ട്, അല്ലാത്തപ്പോൾ പോയിട്ട് സേലം മാങ്ങ ആ മാങ്ങാന്നും പറഞ്ഞിട്ട് എല്ലാം കാണിക്കേണ്ടത് പറഞ്ഞു. നിന്റെ ശരീരം, നിന്റെ സൗന്ദര്യം, നിനക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു, ഒരു പ്രശ്നമില്ല. പക്ഷെ പറയുമ്പോൾ ഊമ്പിരടിയും ഉപദേശവും കൂടി വേണ്ട എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം അങ്ങനെ ഒരു സാധനമാണ് നിന്റെ ടിപ്പിക്കൽ സ്റ്റൈൽ. ഇപ്പോൾ ഈ പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയല്ലേ? നീ പറയുന്നത് പോലെ റൂം എടുത്ത് സ്ത്രീകൾ മറ്റു പുരുഷനെ കാണാൻ പോകുന്നത് ഉമ്മ കിട്ടാനും കെട്ടിപ്പിടുത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നീ പറയുന്നത് നിന്റെ കാര്യമാണോ അതോ ഒരു സ്ത്രീ സമൂഹത്തെ ആണോ? സ്ത്രീ സമൂഹത്തെ ആണെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമായ കാര്യമാണ് നീ പറഞ്ഞത്. റൂം എടുത്ത് എന്തിനാ സ്ത്രീകൾ പോകുന്നത്? എന്തിനാണ് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീ റൂം എടുത്ത് കെട്ടിപ്പിടിക്കാനും ഇതിനും പോകുന്നത്? എന്തിനാണ്? വിവേകേതര ലൈംഗിക ബന്ധങ്ങളോ അല്ലെങ്കിൽ ഈ ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇന്റർകോഴ്സിനെ മാത്രമാണോ വിളിക്കുന്നത്? അതിന് പകരം മറ്റൊരു പുരുഷന്റെ കൂടെ റൂം പങ്കിട്ട് കൊണ്ടുവരുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും ആരും ഓടി വന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ പറയുക, ഒരു വണ്ടി ഓടിക്കാനാണെങ്കിൽ അതിൻ്റെ ഒരു പതുക്കൽ ഓടി തുടങ്ങുള്ളൂ, അല്ലാതെ 100-ലോട്ട് ഒറ്റയ്ക്കല്ലോ പിടിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന താങ്കൾ പറയുന്ന ആ ഒരു ഇതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ തീവ്രത എന്ന് പറയുന്നത് നിങ്ങളൊരു 10, 20, 30 കിലോമീറ്റർ സ്പീഡ് വരെ ഓടാനുള്ള സാധനം കെട്ടിപ്പിടുത്ത ഉമ്മയെങ്കിൽ തരും. ബാക്കി 30-100-ലോട്ട് പാവപ്പെട്ട ആണുങ്ങൾ ഓടിച്ച് കയറ്റിയിട്ട് അവരനുഭവിച്ച് ജയിലിൽ പോയി കിടക്കണം. എന്ന് നിങ്ങൾക്ക് അതിജീവിതയാണ്, നമ്മൾ മറ്റേ അതിക്രമം ചെയ്ത വേട്ടക്കാരനാണ്. ആ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ 30-ലോട്ട് എത്തിക്കുന്നവർക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതിന് പകരം ഞാൻ വന്നത് കെട്ടിപ്പിടിക്കാനും ഒരു ഉമ്മ മേടിക്കാനുമാണ് വന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കാശിന് റൂം എടുത്തിട്ട് ഇവനെ അവിടെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഇവർ ഉമ്മ വെക്കുന്നതിന് പകരം എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് കരയുന്ന ആ സോക്കോൾഡ് നാടകമല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ പറയാതെ പറയുന്നത് ഇത് തന്നെയാണ്. ചൂണ്ടയിടും, എന്തിടും? ഞാഞ്ഞൂലിനെ. അതിനറ്റത്ത് വലിയ മീൻ കൊളുത്തി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു കുതന്ത്രമല്ല ഈ കാണിക്കുന്നത്. എന്നിട്ട് പച്ചയ്ക്ക് വന്നിരുന്നത് പറയാണ് ഞങ്ങൾ റൂമിൽ പോണത് കെട്ടിപ്പിടിക്കാനും ജസ്റ്റ് ഒരു ഉമ്മ വയ്ക്കാനും. അതിന് മുകളിലോട്ട് ചെയ്യണതിന്റെ തെറ്റ് ഞങ്ങളുടെ അല്ലല്ലോ. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ. ഞാൻ അനുവദിച്ചത് ഇവിടം വരെ തൊടാനാണ്, മുകളിലോട്ട് തുടരരുത്. അതൊരു ന്യായമാണോ? കാരണം പരസ്പര ഇംഗിതം കൊണ്ട് ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന, എന്നിട്ട് ഒരാളെ മാത്രം തെറ്റുകാരനാക്കി മാറ്റി നിർത്തുന്ന ആ സൊസൈറ്റിയിലാണോ നിങ്ങൾ തുല്യത എന്ന് വിളിക്കുന്നത്? നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ നല്ല പുച്ഛം തോന്നുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരി പുളിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങൾ നടക്കുന്നത്? നിങ്ങൾക്ക് സ്വയം മനസ്സിലാവാഞ്ഞിട്ടാണോ? മനസ്സിലായിട്ടും മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറുന്നതാണോ എന്നറിയില്ല. കാരണം ജനങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു സ്ത്രീ തന്നെ വന്നിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്ത് തരാൻ ഒരു പുരുഷൻ വരേണ്ട അവസ്ഥയാണ് ഇന്ന് പല സ്ത്രീകൾക്കും. സ്ത്രീകൾ തന്നെ അത് പറയാറുണ്ട്. നീ പറയുന്ന പല കമന്റുകളല്ല, നീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇപ്പൊ നീ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് പറഞ്ഞതെന്നുള്ളത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു അതിജീവിത സ്വയം അവരുടെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ ഒരു പുരുഷൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ആ സ്ത്രീ അറിയില്ല, ആരാണെന്ന് അറിയില്ല.
ഈ പറഞ്ഞ് പുറത്ത് കേൾക്കുന്നത് ആണിന്റെ പേര് മാത്രമാണ്. അപ്പൊ റൂം എടുത്ത സ്ത്രീയാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? ആ സ്ത്രീ 2-3 മണിക്കൂർ റൂം എടുത്തവിടെ വന്നത് ഇതുപോലെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനല്ലായിരുന്നു എന്നാണ് നിങ്ങൾ പറയാതെ ഒന്ന് ബട്ടർ അടിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ അതിനർത്ഥം അങ്ങനെ വന്നോടത്ത് ഈ പുരുഷൻ അവരെ അതിക്രമിച്ചു എന്ന് പറയാനുള്ള ലോജിക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കണ്ടന്റ് കറക്റ്റ് ആയിട്ടില്ല. കേൾക്കുമുണ്ടല്ലോ വളരെ അരോചകത്വം തോന്നുന്നുണ്ട്, വളരെ വൃത്തികേടായിട്ട് തോന്നി, പല സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുന്ന പോലെ തോന്നി. പിന്നെ എനിക്ക് മാധ്യമക്കാരോട് നിന്നോടക്കമുള്ളവരോട് പറയാൻ വരുന്നില്ല. കോടതി എന്ന് പറയുന്ന സാധനമുണ്ട്, പോലീസുകാരുണ്ട്, ഇവരന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് തീവ്രത അവരളന്നുള്ളൂ. 30 വരെ നീ ഓടണ്ട, ബാക്കി 100 അവൻ ഓടിച്ചോ നോക്കാനൊക്കെ പോലീസുകാർക്ക് കഴിവുണ്ട്, കോടതിയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. അതിന് വരെ ചാനലിൽ പോയിട്ട് തോന്നുന്ന അമേദ്യം വിളമ്പി വെക്കാതിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? കാരണം എന്താ പറയുക, സ്ത്രീ ആയതുകൊണ്ട് നിന്നെ കൊണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പറയണമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല. കാരണം നിനക്കൊക്കെ സോക്കോൾഡ് നിയമത്തിന്റെ സംരക്ഷണം സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിന് അലങ്കാരമായി തന്നിരിക്കുന്നത് കൊണ്ട് പുരുഷന്മാരെ ഞങ്ങൾ മിണ്ടാതിരിക്കണം. എത്രയൊക്കെ ഈക്വാലിറ്റിക്ക് വേണ്ടി സംസാരിച്ചാലും എത്രയൊക്കെ കമ്മീഷൻ വന്നെന്ന് പറഞ്ഞാലും സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ചിന്തിക്കുന്നതിന് കാരണം അമ്മയും സഹോദരിയും മക്കളും മകളും എല്ലാവരും ഉള്ള ഒരു മകനായതുകൊണ്ടും ഒരു സഹോദരനായതുകൊണ്ടും ഒരു അച്ഛനായതുകൊണ്ടും ആണ്. അതുകൊണ്ട് സ്ത്രീയായ നീയും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെ പറയാനുള്ളൂ. ഈ ചാനലിന് മുമ്പിൽ വരുമ്പോഴത്തേക്ക് തന്തയും സഹോദരനെയും മറന്നിട്ടുള്ള സംസാരിക്കുമ്പോണ്ടല്ലോ, നീ ഒന്ന് ആലോചിക്കുക അവര് നിന്നോട് എന്ത് തെറ്റാടി ചെയ്തതെന്ന്.